എല്ലാവർക്കും നമസ്കാരം. രമ്യാസ് മാജിക് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി റെസിപ്പിയാണ്, നമ്മുടെ ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് പച്ചടി എങ്ങനെ എളുപ്പത്തിൽ വെക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ട് നല്ല ചുമന്ന ബീട്രൂട്ട് വേണം ആദ്യം എടുക്കാൻ. ഞാനൊരു കൊച്ചു ബീട്രൂട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം, പക്ഷെ നല്ല ചുമന്നത് എടുക്കണം. ഇതുപോലെ കുഞ്ഞു ക്യൂബ്സായിട്ട് അരിഞ്ഞോ ഗ്രേറ്റ് ചെയ്തോ എങ്ങനെ വേണേലും ചെയ്യാം. അരിഞ്ഞത് എന്ത് ചെയ്യണം, നമ്മൾ ഈ ചട്നി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഇതേമാതിരി അരഞ്ഞ് കിട്ടും. കണ്ടില്ലേ, നമ്മൾ അരച്ചെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായി എണ്ണ, നമ്മൾ പച്ച വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാൻ കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 4 ചെറുള്ളി വട്ടത്തിലരിഞ്ഞതും പച്ചമുളക് ഒരെണ്ണം വട്ടത്തിലരിഞ്ഞതും, നമ്മളുടെ ബീട്രൂട്ടിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇത്രയൊന്ന് വഴറ്റണം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കപ്പോഴത്തേന് ഇതിന് അരപ്പ് വേണമല്ലോ, ബീട്രൂട്ട് പച്ചടി അല്ലേ, അപ്പം ഇച്ചിരി തേങ്ങയുടെ അരപ്പ് വേണം. അതിനാവശ്യമായ ഒരു ശകലം തേങ്ങ, കടുക്, വെളുത്തുള്ളി, ജീരകം, ഇത്രയും ഇവിടെ നമ്മൾ ബീട്രൂട്ട് അരച്ച അതേ ജാറിൽ തന്നെ, അത് കഴുകുമൊന്നും വേണ്ട, അതിൽ തന്നെ നമ്മളിട്ട് എന്ത് ചെയ്യുന്നു, ഈ അരപ്പിനെ നമ്മൾ അരച്ചെടുക്കുന്നു. അരപ്പിനകത്ത് നമുക്കൊരു ശകലം വെള്ളം ഒഴിക്കാം, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്ത് അരച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിനെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബീട്രൂട്ട് ആകട്ടോ, ഞാൻ കൊച്ചൊരു, അതായത് നമ്മുടെ ഒറ്റ നേരത്തേക്ക് മാത്രം അങ്ങനെ ചെയ്താൽ പെട്ടെന്ന്. ലാർജ് ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഒരു വലിയ ബീട്രൂട്ട് ആണെങ്കിൽ ഇത്രയും സമയമേ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അതും ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ അരപ്പ് എന്ത് ചെയ്യണം, ഒന്ന് അതിലേക്ക് ആ ബീട്രൂട്ടിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാണ്ടോ, ആ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കഴിഞ്ഞ് അരപ്പൊന്ന് ചൂടാവുകയേ വേണ്ടുള്ളൂ. അരപ്പൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യമായ ഉപ്പ് ചേർത്തോണം. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കേണ്ടത്, നമ്മുടെ ഫൈനലായിട്ട് ചേർക്കേണ്ടത് തൈര്. അപ്പം തൈരാണ് ഇനിയും ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തൈര് ഞാൻ ഒഴിക്കുന്നത് അപ്പോഴത്തേന് വീഡിയോ ഓഫ് ആയിപ്പോയി, അറിഞ്ഞില്ല. അപ്പോൾ തൈര് ഞാൻ ചേർത്തു. തൈര് ചേർത്ത് കഴിഞ്ഞുകൊണ്ടില്ലേ, നല്ല കളറൊന്നും പോയിട്ടേ ഇല്ല, കാരണം നല്ല ചുമന്ന ബീട്രൂട്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി പച്ചടിയുടെ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് ഒരു 3 മിനിറ്റിനകത്ത് പെട്ടെന്ന് തയ്യാറാക്കാം. ഇനി കടുക് വറുത്ത് താളിക്കാം. അതിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉള്ളിയിട്ടു, കരിയാപ്പില ഇട്ട് നമ്മൾ സാധാരണ താളിക്കുന്നത് പോലെ എടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല ഒരു ഇമ്മീഡിയറ്റായിട്ട് പെട്ടെന്നൊരു ബീട്രൂട്ട് പച്ചടി നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആണെങ്കിൽ അങ്ങനെ നമ്മുടെ കടുക് നല്ലതായിട്ട് മൂത്ത് വരുന്നുണ്ട്, പൊട്ടി വന്നു. കരിയാപ്പില ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് ബൗളിലേക്ക് ഞാൻ മാറ്റിയായിരുന്നേ, അത് താളിച്ച് നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി സെർവ് ചെയ്യാം നമുക്ക്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതുപോലെയുള്ള ഈസി ഫാസ്റ്റ് റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്